ബാബാജി ബാബാജി ഇപ്പം നിൽക്കുന്ന ഇത് ഏതാ സ്ഥലം? എല്ലാവർക്കും ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മൾ ശരിക്കും പുറകിലുണ്ട്, മലയുണ്ട്. ഇത് കല്ലടിക്കോടൻ മലയാണ്, കല്ലടിക്കോട് മല. നമ്മുടെ തൊട്ട് താഴെയാണ് നമ്മൾ നിൽക്കുന്നത്. കല്ലടിക്കോടാണത്. ബാബാജി, ഒരു ചോദ്യം കൂടി. നമ്മുടെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഡിസംബർ 4-ന് നമ്മുടെ ചണ്ടാള ജയന്തി കഴിഞ്ഞല്ലോ. അതിൻ്റെ നമ്മുടെ ഒരു പാട്ട് തോറ്റം ചൊല്ലല് അത് ഭയങ്കര ട്രോളായി. അതൊന്നൊരു മുഴുവനായിട്ട് വേണ്ട, ഒരു 2 വരി അതിൻ്റെ കാര്യം എന്താണെന്നുള്ളതൊന്ന് പാടാമോ? ഓക്കെ. ഇപ്പോൾ ഞങ്ങൾ കല്ലടിക്കോടാണ് നിൽക്കുന്നത്. ഈ കല്ലടിക്കോട് പാരമ്പര്യത്തിലാണ് കരിനീലി അമ്മയും കുളിക്കുന്നൻ ചാത്തനും കുട്ടിച്ചൊത്തന്മാരും പട്ടിമാന മക്കളും മുത്തപ്പന്മാരും ഉറങ്ങുന്ന വലിയൊരു ദൈവസങ്കല്പം, ആദിമ ദൈവസങ്കല്പം. അപ്പോൾ ഓരോരോ ഒരു മതവിശ്വാസത്തിൻ്റെ അതായത് ദൈവങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിപ്പോൾ മുസ്ലിങ്ങൾ അള്ളാഹു അക്ബർ എന്നുള്ള രീതിയിൽ അവർ പ്രാർത്ഥിക്കുന്ന പോലെ ബിസ്മി ചൊല്ലുന്ന അങ്ങനെയൊക്കെ ഉണ്ട്. ക്രൈസ്തവർക്ക് പിതാവ് പുത്രനും പരിശുദ്ധമുണ്ട്. അവർക്ക് പല രീതികളുണ്ട്, വിശേഷങ്ങളും മറ്റുള്ള പ്രാർത്ഥനകളും ഉണ്ട്. ഇതുപോലെ ഇപ്പോൾ ബ്രാഹ്മണി കൾട്ടാണെങ്കിൽ അവരിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ പ്രാതരഗ്നിം പ്രാതരിന്ദ്ര ഹവാമഹേ പ്രാതരം മിത്ര അല്ലെങ്കിൽ ഓം ഭുർഭുവസ്വ സവിതുർ വരേണെന്നുണ്ട് അവർ പ്രാർത്ഥിക്കും. അപ്പോൾ ഇവരൊക്കെ സാധാരണ ഇപ്പോൾ വൈദിക മതമൊക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്വസ്തി വാചകങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞിട്ട് ഇപ്പോൾ ഭദ്രങ്കരണി ഭീഷണി യാമദേവാഹ അങ്ങനെയൊക്കെ പറഞ്ഞ സംഭവങ്ങൾ, ഇതൊക്കെ സ്വസ്തി വാചകങ്ങൾ പലതായിട്ട് സ്വസ്തിനോ മീത അശ്വിനാഭാഹാണ് സ്വസ്തി പറയുന്ന രീതികൾ. അപ്പോൾ ഇതൊക്കെ സ്വസ്തി പറയുമ്പോൾ വെച്ചാൽ അതൊക്കെ ഒരു നന്മ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ ഉയർന്നു വരട്ടെ, വളർന്നു വരട്ടെ, ഇത്തരം സങ്കല്പങ്ങളൊക്കെയാണ്. ഇതുപോലെ ഈ കല്ലടിക്കോടൻ മലബാര സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ആദ്യ മക്കൾ, ഈ നാടിൻ്റെ തനത് പൈതൃകത്വമാണ് ശരിക്കും ഈ പരശുരാമൻ മഴയുടെ ഉണ്ടാക്കി വന്നില്ല. അങ്ങനെ ഒരു മഴയെറിഞ്ഞാലും ഉണ്ടാവില്ല. അത് ഇവിടുത്തെ ഈ ആദിമ മക്കൾ, അതിപ്പോൾ ഇന്ന് ഏതെങ്കിലും ഒരു സമുദായം നമ്മൾ കാണില്ല. എന്തായാലും ശരി, ബ്രാഹ്മണീകൃത സംസ്കാരവും ആ ജനതയും പിന്നീട് വന്നാൽ ചരിത്രം പറയുമ്പോൾ അതല്ലാതെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കൊരു കൾട്ടുണ്ട്. ആ കൾട്ടുമായി ബന്ധപ്പെട്ട ആളുകൾ അവർ ദൈവത്തെ വിളിച്ചതും പ്രാർത്ഥിച്ച രീതിയിൽ ഏതാനും വരികളാണ് നമ്മളവിടെ ചൊല്ലിയത്. അതിലുള്ളതാണ് സത്യം ഈ ആ വരി. അപ്പം അന്നിപ്പോൾ ഈ ട്രോളായി എന്നൊക്കെ പറഞ്ഞ വരി. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കയ്യോ കാണിക്കുമ്പോൾ എന്താ മനസ്സിലാവാത്തതുകൊണ്ടാണ്. കൈ കാണിക്കുന്ന അത്രയും കൊട്ടുമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഒപ്പം നിൽക്കുന്ന പാടുന്ന ആൾക്ക് എന്താ പാടുന്ന വരികൾ എന്നറിയില്ല. അപ്പോൾ അതറിയാൻ കൈ കൊണ്ട് കാണിക്കണം. അപ്പോൾ ചുരുങ്ങിയതിൻ്റെ 3-4 വരി ഈ മണ്ണിലാണല്ലോ, അത് ചൊല്ലുന്നതിന് കുഴപ്പമില്ല. ആ ദൈവം വരികേ, ആ മുറ്റം പോലിയേ, ആ പന്തൽ പോലിയേ, ആ കാവ് പോലിയേ, ആ ദൈവം പോലിയേ, ആ ദൈവമേ. ദൈവം വരികേ, ദൈവം വരണം. എന്നിട്ട് ദൈവം പൊലിയേ, ദൈവം ഉയർന്നു വരണം, ദൈവത്തിൻ്റെ ശക്തി ഉയരട്ടെ, ലോകത്ത് വ്യാപിക്കട്ടെ, എല്ലാവർക്കും അനുഗ്രഹമാട്ടെ. മുറ്റം പൊലിയേ, മുറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ കളിക്കുന്ന, നടക്കുന്ന, ഇരിക്കുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഭൂമി, ഗ്രൗണ്ട് എന്നൊക്കെ പറയില്ലേ, അതാണ്. ഇപ്പം നമ്മൾ പ്ലേ ഗ്രൗണ്ടൊക്കെ പറയും, അങ്ങനെ കളിക്കുന്ന സ്ഥലം. ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തമായിട്ടുള്ള, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി, വയലാവട്ടെ, എന്തുമാവട്ടെ, ഇതൊക്കെ ഉയർന്നു വരട്ടെ. അപ്പോൾ മുറ്റം പൊലിയേ. പന്തൽ പൊലിയേ, പന്തൽ എന്ന് പറഞ്ഞാൽ മേലെ ആകാശമായിട്ടുണ്ട്, കൂടാതെ നമുക്ക് തണലായിട്ട് വൃക്ഷങ്ങളുടെ തണലുണ്ട്, വീടിൻ്റെ തണലുണ്ട്. ഇതെല്ലാം നമുക്ക് എന്താണ്, പന്തൽ പോലെ വർത്തിക്കുകയാണ്. നമുക്ക് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് നിൽക്കണം. അപ്പോൾ അങ്ങനെ സംരക്ഷണം ഒരുക്കുന്ന ആ ഒരു പ്രകൃതി തന്നെ എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ ആ ഒരു നമ്മളെ മേൽക്കൂരയായി നിൽക്കുന്ന അവസ്ഥ അത് പൊലിഞ്ഞുയർന്ന് നമുക്ക് സംരക്ഷണം ആയിക്കൊണ്ടിരിക്കട്ടെ. പിന്നെയാണ് കാവ് പൊലിയെ. കാവ് പൊലിയെന്ന് പറഞ്ഞാൽ ഈ കല്ലടിക്കോടൻ മലബാരം തൊട്ടിട്ട് അല്ലെങ്കിൽ ഈ പ്രകൃതി മുഴുവൻ പ്രപഞ്ച യൂണിവേഴ്സ് ഉൾപ്പെട്ട് നമ്മുടെ വീട്ടിൽ ആരാധിക്കപ്പെടുന്ന ആരാധനാ കേന്ദ്രം, കാവോ പതിയോ അമ്പലോ എന്താവാം, പൂജാമുറി, അതൊക്കെ ആവാം. ഇതൊക്കെ അങ്ങനെയുള്ള ദൈവീക സങ്കേതങ്ങൾ ഉയർന്നു വരട്ടെ. കൂടെ നമുക്കറിയാലോ കാവ് സംരക്ഷണം ഇപ്പോൾ സർക്കാർ പോലും പറഞ്ഞിട്ടുള്ളതാണ്, സുപ്രീം കോടതി പോയിട്ടുള്ളതാണ്. കാവുണ്ടാവുന്ന വനങ്ങളാണ്, ചെറിയ ചെറിയ വനങ്ങളുടെ രീതിയും കൂടി ഉണ്ട് കാവിന്. അതുണ്ടായാൽ നമുക്ക് പ്രകൃതി പരിപാലിക്കപ്പെടുമ്പോൾ അവരെന്താ വെച്ചാൽ ശീതോഷ്ണങ്ങളൊക്കെ ക്രമീകരിക്കപ്പെടും. അങ്ങനെയുള്ള ഗുണങ്ങളെ കൊണ്ട് അങ്ങനെയുള്ള കാവ് ഉയർന്നു വരട്ടെ, കാവ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടെ, കാവിന് അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. കാവ് പൊലിയെ, ആ ദൈവം പൊലിയെ, അങ്ങനെയൊക്കെ ഇതിനെല്ലാം ആധാരമായി വർത്തിക്കുന്ന ആ പ്രപഞ്ച ശക്തി പൊലിയേ, വളരട്ടെ, ഉയർന്നു വരട്ടെ, എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. ആ ദൈവമേ, അങ്ങനെയുള്ള ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവേനെ വിളിച്ചുള്ള ഒരു ദൈവത്തിൻ്റെ പേരില്ല, എന്നിട്ട് പോലും ഇതൊക്കെ പറയാൻ വരുമ്പോൾ അത് കേട്ടിട്ട് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കാം. എന്തായാലും ശരി, മനസ്സിലാവാത്തതാണെങ്കിൽ മനസ്സിലാകാനായിട്ടും പറയുകയാണെങ്കിൽ പറയട്ടെ. അതല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള ദൈവ സങ്കല്പങ്ങളെയൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർക്ക് നോവുന്ന പോലെ ഇതും ഇത്തരം നമ്മളെയൊന്നും വായിച്ചില്ലെങ്കിലും സാധാരണ കുറേ ആൾക്കാരുണ്ട്, സാധാരണക്കാർ. അതൊക്കെ അവർക്കൊക്കെ ചിലപ്പോൾ വിഷമം ഉണ്ടാവും. എന്നാലും ശരി, ഏതൊരു രീതിയിൽ ആൾക്കാർ ഇതൊക്കെ അറിയുന്നു, മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് വേറെ രീതിയിൽ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു രീതി, കാണാൻ വരി കേട്ടോ.